നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ഒടുവിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പിണക്കിയതിൻ്റെ തിക്തഫലം അനുഭവിക്കുകയാണ് മാലിദ്വീപ്. മാലിദ്വീപിലെ സാമ്പത്തിക സ്ഥിതി വലിയ ദയനീയമായ അവസ്ഥയിലേക്കെത്തുന്നു. മാലിദ്വീപിന് ഇന്ത്യ സംഭാവന ചെയ്ത 3 വിമാനങ്ങൾ പറത്താനുള്ള പരിശീലനം ലഭിച്ച വൈമാനികർ പോലുമില്ലെന്ന് മാലിദ്വീപ് ഒടുവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. മാലിദ്വീപിൻ്റെ പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യം പരസ്യമായി തുറന്നു പറഞ്ഞത്. ഇന്ത്യ ഞങ്ങൾക്ക് ചെയ്ത സേവനങ്ങൾക്ക് വിലമതിക്കാനാകില്ല. എന്നാൽ ഇന്ത്യയുടെ അവസാനത്തെ ഉദ്യോഗസ്ഥൻ കൂടി രാജ്യം വിട്ടു പോയതോടുകൂടി ഞങ്ങൾക്ക് ഇന്ത്യ നൽകിയ 2 ഹെലികോപ്റ്ററുകളും 1 ഡോർണിയർ വിമാനവും പറത്താനുള്ള സാങ്കേതിക പരിജ്ഞാനമോ ലൈസൻസോ ഉള്ള ആളുകൾ ഞങ്ങളുടെ രാജ്യത്തില്ല. ഏതെങ്കിലും ഒരു അത്യാഹിതമുണ്ടായാൽ ഞങ്ങൾക്ക് ഈ വിമാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഇതാണ് ഇപ്പോഴത്തെ മാലിദ്വീപിൻ്റെ അവസ്ഥയെന്ന് മാലിദ്വീപിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ്. മാലിദ്വീപിയൻ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ ചൈന പ്രേമമാണ് ഈ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാലിദ്വീപ് എന്ന രാജ്യത്തെ തള്ളിവിട്ടത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചു തുടങ്ങിയതാണ് മാലിദ്വീപിൻ്റെ മന്ത്രിമാർ. അന്ന് തുടങ്ങി മാലിദ്വീപിൻ്റെ കഷ്ടകാലം. പിന്നീട് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് നിലച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ടൂർ ഓപ്പറേറ്റർമാർ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ അപമാനിച്ച മാലിദ്വീപിലേക്ക് ഇനി നമ്മുടെ വിനോദസഞ്ചാരികളെ അയക്കേണ്ടതില്ല. അങ്ങനെ ടൂർ ഓപ്പറേറ്റർമാർ മാലിദ്വീപിലേക്കുള്ള പാക്കേജുകൾ, മാലിദ്വീപിലേക്കുള്ള സഞ്ചാരങ്ങൾ, മാലിദ്വീപിലേക്കുള്ള യാത്രകളൊക്കെ തന്നെ പൂർണ്ണമായും നിർത്തലാക്കി. ആദ്യമൊന്നും മാലിദ്വീപിന് ഇതിൻ്റെ പരിണത ഫലങ്ങൾ എന്താകുമെന്ന് വ്യക്തമായി അറിയില്ലായിരുന്നു. പ്രകോപനപരമായ പ്രസംഗങ്ങൾ മാലി പ്രസിഡന്റ് തുടർന്നുകൊണ്ടേയിരുന്നു. ചൈനയുടെ ഭാഗത്ത് നിന്ന് സഹായം ലഭിക്കുമെന്നായിരുന്നു മാലിയുടെ കണക്ക് കൂട്ടൽ. ചൈനയിൽ നിന്ന് വിനോദസഞ്ചാരികളെ അയക്കണമെന്ന് കൈകൂപ്പി തൊഴുത് ചൈനീസ് പ്രസിഡന്റിനോട് പറയുന്ന സാഹചര്യം പോലും മുഹമ്മദ് മൊയ്സുവിനുണ്ടായി. എന്നാൽ പിന്നീട് ചൈന കൈവിട്ട സാഹചര്യം വന്നു. ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന മുഹമ്മദ് മൊയ്സുവിൻ്റെ ദയനീയ ചിത്രം ലോകരാജ്യങ്ങൾ കണ്ടു. അതേസമയം മാലിദ്വീപിനെ കൈവിട്ട ഇന്ത്യ ലക്ഷദ്വീപിലേക്ക് തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മിനിക്കോയ് ദ്വീപിൽ പുതിയ വിമാനത്താവളം, സൈനിക വിമാനങ്ങൾ പോലും ഇറങ്ങാൻ ശേഷിയുള്ള വിമാനത്താവളം നിർമ്മിക്കാൻ ഇന്ത്യ ആരംഭിച്ചു. അതുമാത്രവുമല്ല, ലക്ഷദ്വീപിനെ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസം ഹബ്ബാക്കി മാറ്റാനുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. കേന്ദ്ര സർക്കാർ ഈ നീക്കം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ സ്വകാര്യ സംരംഭകർ, ടാറ്റ അടക്കമുള്ള സ്വകാര്യ സംരംഭകർ ലക്ഷദ്വീപിലേക്ക് കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വളരെ വേഗം വളരുന്ന ഒരു ടൂറിസം ഹബ്ബായി ലക്ഷദ്വീപ് മാറിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രവുമല്ല, ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്ന് സഹായം നേടി പിന്നീട് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ ശ്രീലങ്ക ഒടുവിൽ മാപ്പിരുന്നുകൊണ്ട് ഇന്ത്യയുടെ അടുക്കലേക്ക് എത്തി. മാലിദ്വീപിനെ ഇന്ത്യ കൈവിട്ട സാഹചര്യത്തിൽ ആ വിനോദസഞ്ചാരികളെ ഞങ്ങൾക്ക് തരണമെന്ന വലിയ ഒരു അഭ്യർത്ഥനയോട് കൂടിയാണ് ശ്രീലങ്ക ഇന്ത്യയുടെ അടുത്തെത്തിയത്. ഇന്ത്യ ശ്രീലങ്കയുമായി കൈകോർത്തു. കാരണം ഇന്ത്യക്ക് ആ ഭാഗത്ത് ഒരു സഹായി ആവശ്യമുണ്ട്. ഒടുവിൽ ശ്രീലങ്കയുടെ ഒരു തുറമുഖം തന്നെ ഇന്ത്യ ശരിയാക്കി നൽകാം, അറ്റകുറ്റപ്പണി നടത്തി നൽകാമെന്ന് വാക്കു നൽകി കരാറിലും ഏർപ്പെട്ടു. ഇതോടുകൂടി ആകെ പെട്ടുപോയത് മാലിദ്വീപാണ്. ചൈനയിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായം ലഭ്യമായില്ല. ചൈന നൽകിയ വായ്പകളിൽ വലിയ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുന്നു. ശ്രീലങ്കയെ സഹായിച്ച ഇന്ത്യ ശ്രീലങ്കയെ കൈപിടിച്ചു ഉയർത്തുന്നു. ഇന്ത്യ സ്വന്തം നിലയിൽ ലക്ഷദ്വീപിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്നു. ഇതോടുകൂടി സാമ്പത്തികമായും ആഭ്യന്തരമായും തകർന്നത് മാലിദ്വീപാണ്. ആ മാലിദ്വീപ് ഇപ്പോൾ ഒടുവിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു, ഇന്ത്യ നൽകിയ വിമാനങ്ങൾ പറത്താനുള്ള വൈമാനികർ പോലും ഞങ്ങളുടെ പക്കലില്ല. അതിന് സാങ്കേതിക പരിജ്ഞാനം നേടിയവർ ഞങ്ങളുടെ കൂടെയില്ല. ഒരു അത്യാഹിതമുണ്ടായാൽ, ഒരു അപകടമുണ്ടായാൽ, ഒരു രോഗിയെ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെയോ ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ടി വന്നാൽ ഈ വിമാനം പറത്താൻ അറിയാവുന്നവർ ഞങ്ങളുടെ പക്കലില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയോട് മാപ്പിരക്കുന്നു, പരസ്യമായി ഞങ്ങൾ മാപ്പിരക്കുന്നു. ഇത് അനിവാര്യമായ തിരിച്ചടിയാണ് മാലിദ്വീപിന്. ചൈന എന്ന് പറയുന്ന രാജ്യത്തോട് ചേർന്ന് ഇന്ത്യയെ എതിർത്ത, ഇന്ത്യയുടെ വിരോധം സമ്പാദിച്ച, ഇന്ത്യയെ ശത്രുവായി കണ്ട മാലിദ്വീപിന് ലഭിച്ച അനിവാര്യമായ തിരിച്ചടിയായിരിക്കുന്നു ഇപ്പോഴുള്ള അവസ്ഥ. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക,
സബ്സ്ക്രൈബ് ചെയ്യുക.